നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു പ്രകടനമാണ് റാഫിഞ്ഞ പുറത്തെടുത്തത്. ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും. ലലിഗയിൽ ബാഴ്സലോണയുടെ ആദ്യ മത്സരം അവർ ഏകപക്ഷീയമായ 5 ഗോളുകൾ കെൽച്ചയെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു നമ്പർ 9 സ്ട്രൈക്കർ ഇല്ല എന്നൊരു ഫീല് വരുത്താത്ത രൂപത്തിൽ തന്നെ റാഫിഞ്ഞ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണോ ഒരു നമ്പർ 9 സ്ട്രൈക്കറെ സൈൻ ചെയ്യണോ? ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ റാഫിഞ്ഞയോട് അതിനെക്കുറിച്ച് കളിക്കേഷൻ ചോദിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറയുന്നത്, കാരണം അദ്ദേഹത്തോട് ചോദിക്കുന്നു, യു വെർ അമേസിങ് ആസ് എ സ്ട്രൈക്കർ അഗെയിൻ, ഡസ് ബാഴ്സ നീഡ് എ സ്ട്രൈക്കർ എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഞാൻ ആ വിഷയം ഡെക്കോക്ക് വിടുകയാണ്. അത് ഡെക്കോയും പ്രസിഡൻറ്റും ഫ്ലിക്കും ഒക്കെ തീരുമാനിക്കേണ്ടതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റും. കളിക്കളത്തിൽ ആ പൊസിഷനിലും ഞാൻ വളരെ കംഫർട്ടബിളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നിരിക്കുന്നത്. അതായത് ഏത് പൊസിഷനിലും കളിക്കാൻ താൻ തയ്യാറാണ് മുന്നേറ്റത്തിൽ. അതിപ്പോൾ സ്ട്രൈക്കർ ആണെങ്കിലും വിങ്ങർ ആണെങ്കിലും ഇടതാണെങ്കിലും വലതാണെങ്കിലും ഏത് വർഷത്തിൽ അദ്ദേഹം കളിക്കുമല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതേസമയം ഹൻസി ഫ്ലിക്കിനോട് ഈ കാര്യം ചോദിക്കുകയുണ്ടായി, ഒരു സ്ട്രൈക്കർ ആവശ്യമുണ്ടോ, എന്താണ് ബാഴ്സലോണയുടെ നീക്കമെന്ന്. അദ്ദേഹം പക്ഷെ നൽകുന്ന സൂചന അനുസരിച്ച് ബാഴ്സലോണ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നാളെ ഞാൻ ഡെക്കോയോട് വീണ്ടും സംസാരിക്കും. ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നാളെ വീണ്ടും സംസാരിക്കും. തീർച്ചയായിട്ടും ഈ കളിയിൽ, ഇപ്പോൾ ഞങ്ങൾ കളിച്ച ഈ കളിയിൽ, എൽച്ചയ്ക്കെതിരെയുള്ള കളിയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ സൈനിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സൈനിങ് ഉണ്ടാവും, സ്ട്രൈക്കർ സൈനിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും കോച്ച് പറയുന്നത്, ടീമിൻ്റെ ട്രെയിനിങ് സെഷനുകളിൽ ഒരുപാട് ക്വാളിറ്റീസ് ഞാൻ കണ്ടു. ഇതാണ് എൻ്റെ ടീമിൽ നിന്ന് എനിക്ക് വേണ്ടത്. കളിക്കളത്തിലും അവരത് പുറത്തെടുക്കുന്നു എന്നുള്ളത്. ഇനി ട്രെയിനിങ് സെഷനുകളിൽ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട്. വി ഹാവ് ടു ഡിഫെൻഡ് ആൻഡ് അറ്റാക്ക് ആസ് എ യൂണിറ്റ് എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്. ഒരു യൂണിറ്റായിട്ട് ഒരുമിച്ച് നിന്ന് ഡിഫെൻഡ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വിജയത്തിൻ്റെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഹൻസി ഫ്ലിക്കിന് നന്നായിട്ട് അറിയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.